വീട്ടുകാരുടെ അഡ്വക്കേറ്റിനെയും പേടിയാണ്. ദിലീപിന്റെ കേസിനെ കുറിച്ചൊക്കെ പറയാനുണ്ടായിരുന്നു. അതുപോലും പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല. അതുപോലും പറയുന്നില്ല. കാര്യം വീട്ടിൽ തിരിച്ചെനിക്ക് പോകാനുള്ളതല്ല. ഇനി കരഞ്ഞോണ്ട് ഭാര്യ പറയുകയാണ്, പോലീസ് സ്റ്റേഷനിൽ വന്ന് എൻ്റെ അമ്മ കരഞ്ഞോണ്ട് പറഞ്ഞു, മോനെ നിർത്ത്, എന്തിനു വേണ്ടിയാണ് ഞാൻ ആ ഫൈറ്റ് ചെയ്യുന്നതേ? ഈ സാധനത്തിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് മെൻസ് കമ്മീഷന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 16 ദിവസത്തോളം അങ്ങനെ വ്യാജ പരാതിയാണെന്ന് എനിക്ക് പറയാമല്ലോ, കേസിനെ കുറിച്ചല്ല, ആ വ്യാജ പരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതാണ്. നിങ്ങളെ ആരെയും ഇതേപോലെ അറസ്റ്റ് ചെയ്താൻ സാധ്യതയില്ലേ? നമ്മുടെ മക്കളെ ഇതേപോലെ അറസ്റ്റ് ചെയ്തിടാൻ സാധ്യതയില്ലേ? ആർക്ക് വേണമെങ്കിലും ഇങ്ങനൊരു കള്ളപ്പരാതി എടുത്തുകൂടെ? ഇനി വൈഫ് ഒന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. ഇനി ഈ കേസിനെ ബാധിക്കാത്ത പ്രധാനപ്പെട്ട മീഡിയക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ തവണ ഇതേപോലെ നിരാഹാരം കിടന്നപ്പോൾ, ഇപ്പോൾ ഒരു കാര്യം കൂടെ, നിരാഹാരം മെൻസ് കമ്മീഷന് വേണ്ടിയാണ് കിടന്നത്, അത് പോലീസിനെതിരെയാണെന്ന് ചില ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് കണ്ടു. കഴിഞ്ഞ തവണ ഞാൻ ഇതേപോലെ നിരാഹാരം കിടന്നപ്പോൾ, ഞാൻ മാത്രമല്ല ഒരുപാട് പേര് നിരാഹാരം കിടന്നപ്പോൾ ഒരു 4-1 എന്ന സുപ്രീം കോടതി വിധി മാറി. അത് ശബരിമല കേസിലെയായിരുന്നു. അന്ന് ഞങ്ങൾ വിശ്വാസികളുടെ പോരാട്ടം, അന്ന് എന്നെയാണ് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്നത്. ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ മുത്തശ്ശിയാണ്, പിന്നീട് അമ്മയാണ്, പിന്നീട് ഞാനും പ്രയാർ സാറുവാ. അന്ന് ഞങ്ങൾ നിരാഹാരം കിടന്ന് പോരാടിയപ്പോൾ ഒരു 4-1 സുപ്രീം കോടതി വിധി മാറി. ശരി, ഇതും കൂടെ പറഞ്ഞു നിർത്താം. ഇത് പിന്നെ ഇനി എന്താ അറിയോ, വീട്ടുകാരുടെ ആ സമ്മർദ്ദമാണ്, വീട്ടുകാരുടെ വിഷമം കൊണ്ട് മാത്രമാണ്. ആദ്യം തന്നെ ദീപയ്ക്ക്, അമ്മയ്ക്ക്, പ്രവീണിന്, നമ്മുടെ വീട്ടുകാർക്ക് എല്ലാം നന്ദി പറയണം. സംസാരിക്കുന്നില്ല, വേറൊരു കാര്യം, ഇതല്ല വേറൊരു കാര്യമാണ്. ശരി, ഇനിയും 2 കാര്യങ്ങൾ. ഈ കേസോട് യാതൊരു ബന്ധവുമില്ല. ഈ കേസ് വീട്ടുകാരുടെ അഡ്വക്കേറ്റിനെയും പേടിയാണ്. ദിലീപിന്റെ കേസിനെ കുറിച്ചൊക്കെ പറയാനുണ്ടായിരുന്നു. അതുപോലും പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല. കാര്യം വീട്ടിൽ തിരിച്ചെനിക്ക് പോകാനുള്ളതല്ല. ഇനി ഈ 2 പോയിന്റുകളാണ് മീഡിയക്കാരെ ദയവായി ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ മീഡിയക്കാർക്കുള്ള പവറാണ്. കാര്യം പോലീസും അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ഓരോ ഘട്ടത്തിലും മീഡിയക്കാർ എന്തു പറയുന്നു എന്നുള്ള കാര്യം വളരെ പ്രധാനമായിട്ട് നോക്കിയിരുന്നു. മുഖ്യധാരാ ചാനലുകളെല്ലാം കണ്ടിരുന്നു. നിങ്ങൾ എണീച്ചു നിന്ന് സത്യം പറയുകയാണെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. അതുകൊണ്ട് ഓരോ മീഡിയക്കാരോട് ഞാൻ കാലുപിടിച്ച് അഭ്യർത്ഥിക്കുകയാണ്. നാളെ ഏത് കേസും, ഇപ്പം 2 കേസുകൾ ഞാൻ പറയുന്നില്ല, 2 പ്രമുഖരുടെ കേസുകൾ ഏതൊക്കെയാണെന്ന് ഉദ്ദേശിക്കാമല്ലോ, അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ആ കേസുകളിലടക്കം നിങ്ങൾക്ക് സത്യമെന്ന് ബോധ്യമുള്ളത് നിങ്ങൾ പറയണം. ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി നിന്ന് കാര്യങ്ങൾ പറയരുത്.